ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ. വാഴക്കൂമ്പ് ഉപ്പേരി, വറവ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാഴക്കൂമ്പാണ് എടുത്തത്. പിന്നെ അതിൻ്റെ പുറംപാളി ഞാൻ വേണ്ടാത്തത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു സാധനമില്ലേ, ഇതെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൊളിച്ചിട്ടത് ഞാൻ എടുക്കുന്നില്ല, ഇത് മോശമാണ്. ഇതിൻ്റെ ഉൾഭാഗത്തുണ്ടാവും. പിന്നീട് നമുക്ക് പുറംപാളി ഒന്നും കൂടെ കളയണമെന്നുണ്ടെങ്കിൽ കളയാം. പിന്നെ ഇത് നമുക്കിനി വളരെ ചെറുതായി ഒന്ന് കൊത്തി എരിഞ്ഞെടുക്കാം. ഇപ്പോൾ വാഴക്കൂമ്പ് എല്ലാം ഞാൻ ഇത് കണ്ടില്ലേ, വളരെ പൊടിയായിട്ട് തന്നെയാണ് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചെന്ന് പറഞ്ഞാൽ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായ ഉപ്പ് കൂടി, പിന്നെ കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്, പൊടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾക്ക് പ്രത്യേകിച്ച് ഉപ്പ് നമുക്ക് അന്നിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ ഈ വെളിച്ചെണ്ണയെല്ലാം ചേർത്തിട്ട് 1/2 മണിക്കൂർ എന്നിട്ട് മാറ്റി വെക്കാം. ചെറുതായി മുറിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒക്കെ പുരട്ടി വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മൾക്ക് അതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കൂമ്പ് മുറിച്ചിട്ട പാത്രത്തിൽ തന്നെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിമണിയൊക്കെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് മുറിച്ചിട്ട ചെറുതായി അരിഞ്ഞ കൂമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂമ്പ് ഞാൻ വെളിച്ചെണ്ണ പുരട്ടി വെക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ഉപ്പും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് അത് നോക്കുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കത് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം. ഇതപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കട്ടെ. അപ്പോൾ അരിമണിയും വറ്റൽമുളകും വറവിട്ടതിലേക്ക് ഞാൻ കൂമ്പ് കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്കിത് വളരെ ചെറിയ തീയിലിട്ടിട്ട് ഒരു തുള്ളി വെള്ളം പോലും ആക്കരുത്. അപ്പോൾ നമ്മൾക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് വളരെ കുറഞ്ഞ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് കൂമ്പ് ഉപ്പേരിക്ക് ആവശ്യമായ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തത് 1/2 കപ്പ് തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. കൂമ്പ് ഉപ്പേരി ആകുമ്പോൾ കുറച്ച് തേങ്ങയുടെ ഇത് കൂടുതലുള്ളത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ 6-7 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 5-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് കൂമ്പ് ഉപ്പേരിക്ക് ആവശ്യമായ മസാലക്ക് ആവശ്യമായ സാധനങ്ങൾ. ഇപ്പോൾ കൂമ്പ് വേഗം വെച്ചത് പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് കുറവായിരുന്നു. ഇനി നമ്മൾക്ക് അതിൻ്റെ മസാല അതിന് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി, പിന്നെ ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, പിന്നെ കറിവേപ്പില. അപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഈ തേങ്ങയുടെ കൂടെ ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് കുറച്ച് വകഞ്ഞ് മാറ്റിയിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഇനി 6-7 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് ഇങ്ങനെ കരിഞ്ഞ മാതിരി ഉണ്ടാവും. അപ്പോൾ മസാലയിലിട്ടു. അപ്പോൾ ഇതെല്ലാം തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ ചേർത്തതിന് ശേഷം ഏകദേശം 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, തേങ്ങായും എല്ലാം സൂപ്പറായി വെന്തിട്ടുണ്ട് കേട്ടോ. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ മസാല ഇടുന്നതിന് മുമ്പിലേ നോക്കി ഇനി പറഞ്ഞിട്ട്, അപ്പോൾ അതിന് കുറച്ച് കുറവായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാം നല്ല പാകത്തിന് തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞിട്ട. അപ്പോൾ സൂപ്പറായി വെന്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ
നല്ല ടേസ്റ്റുള്ള അടിപൊളി രുചിയുള്ള വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഴക്കൂമ്പ് തോരൻ എന്ന് പറയുന്നത് വാഴക്കൂമ്പ്, കാമ്പ്, കണ്ട ഇതൊക്കെ നമ്മൾക്ക് നല്ല ഹെൽത്തി പിന്നെ ബെനിഫിറ്റ്സുള്ള ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് പരമാവധി ഒന്ന് കഴിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ആ വയറ്റിലുള്ള എന്തെങ്കിലും കീടങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ ഒരുപാട് മാറിക്കിട്ടുന്നതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആധികാരികമായി എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ വാഴക്കൂമ്പ് കിട്ടിയ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.